ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇല്ലെന്നല്ല പറഞ്ഞത്, അറിയില്ലെന്നാ. നിനക്ക് പറയാമെങ്കിൽ നീ പറ, ആരാ നിന്നോട് ഇത് ചെയ്തത്? എന്താ രാജീവേ, എന്താ നിനക്ക് പറയാനുള്ളേ? എന്താ, ആരെങ്കിലും കാണണോ? ഭാര്യയെ കാണണമെന്നാണോ? നിങ്ങളുടെ ഭാര്യയും ബന്ധുക്കളും എല്ലാം പുറത്തുണ്ട്. കാണണമെങ്കിൽ ഞാൻ വിളിക്കാം. അതെ, പേഷ്യന്റ് കണ്ണു തുറന്നു. ഒരു കാര്യം, അകത്ത് കയറി ബഹളം വെക്കാൻ പറ്റില്ല. കണ്ടിട്ട് അതുപോലെ തിരിച്ചിറങ്ങി പോരണം. വേറൊന്നും കൊണ്ടല്ല, ശരീരം മുഴുവൻ വെട്ടുകൊണ്ട് മുറിവുകൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കെട്ടിപ്പിടിച്ചു കരയാനോ പേഷ്യന്റിന്റെ ശരീരത്തെ തൊടാനോ പാടില്ല. എനിക്ക് രാജീവേട്ടനെ ഒന്ന് കണ്ടാ മതി. ഞങ്ങളൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. വരൂ. മതി, ഇവിടെ നിന്നാ മതി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പേഷ്യന്റിനെ തൊടാൻ പാടില്ല. രാജീവേട്ട, ആരാ ഇത് ചെയ്തത്? പറ രാജീവേട്ട. നാളെ നീ കാരണം ആരെങ്കിലും ഈ കുടുംബത്തിൽ വേദനിക്കാനിട വന്ന എന്റെ പെങ്ങടെ താലിച്ചരടിൽ കടിച്ചു തൂങ്ങിക്കിടന്നതിന്റെ ഒരു ദയം നിന്നോട് ഞാൻ കാണിക്കില്ല. പോലീസ് യൂണിഫോം ഇടാൻ പിന്നെ ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കില്ല. ആരാണെങ്കിലും തുറന്നു പറ. അറിയാവുന്ന ആരെങ്കിലും ആണോ? രാജീവൻ, നീ ഇവളെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യം ശരിയാ. അതേ ചൊല്ലി രാത്രി നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു. പക്ഷെ നീ പറ, ഈ സംഭവത്തിൽ എനിക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടോ? ഞാനാ ഇത് ചെയ്തെന്ന് അവള് പറയുന്നത്. അങ്ങനെയാണോ? രാജീവേട്ട, സത്യം പറ. രാജീവിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഗൂഗിൾ ഇപ്പോ ഒരു തീച്ചുളയില നിൽക്കുന്ന. ശിശിരിച്ച് ഗൂഗിളിനെ സംശയിക്കുക. രാജീവിന് ഗൂഗിളിന് സംശയമുണ്ടോ? രാജീവേ, നിന്നെ ഞാൻ എതിർത്തിരുന്നു. ഇപ്പോഴും എനിക്ക് നിന്റെ പല പ്രവൃത്തികളോടും യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനാണോ അത് ചെയ്തത്? പറ. കുറ്റവാളിയെ പോലെയാ ഗൂഗിളിൽ നിൽക്കുന്നത്. ഞാനീ പറയുന്ന കേൾക്കാമെങ്കിൽ ഒന്ന് പറ രാജീവ്. ഗൂഗിളാണോ ഇതിന് പിന്നില്? ഇങ്ങനെ രണ്ടുപേരും കൂടെ മാറിയും തിരിഞ്ഞും ചോദിച്ചാ രാജീവേട്ടൻ പിന്നെ എന്ത് പറയും?
മിണ്ടാനും വയ്യല്ലോ ഈ പാവത്തിന്. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ. രാജീവേട്ട പറ രാജീവേട്ട. കണ്ടില്ലേ, ഗൂഗിളിന് ഇതിൽ പങ്കൊന്നും ഇല്ലെന്നാ രാജീവ് പറയുന്നേ. അല്ലേ രാജീവ്? ഇല്ലെന്നല്ല പറഞ്ഞത്, അറിയില്ലെന്നാ. നിനക്ക് പറയാമെങ്കിൽ നീ പറ, ആരാ നിന്നോട് ഇത് ചെയ്തത്? എന്താ രാജീവേ, എന്താ നിനക്ക് പറയാനുള്ളേ? ആരെയും പേടിക്കണ്ട. രാജീവേട്ടൻ പറഞ്ഞോ? ആരാ? ഗൂഗിളാണോ? പേടിക്കാതെ പറ രാജീവേട്ട. എടി ഇല്ലെന്ന് അവൻ പലവട്ടം പറഞ്ഞില്ലേ, പിന്നെന്താ? പറഞ്ഞു തന്നെ പിന്നെയും. എന്താ ഇവിടെ ഐസിനകത്താണോ ഇങ്ങനെ നടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഇത്രയും പേരെ ഒരുമിച്ച് എന്തിനാ ഇതിനകത്ത് കയറ്റിയത്? ബഹളം ഉണ്ടാക്കരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ്. പേഷ്യന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. നിങ്ങളോടും കൂടിയാ പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങേ ഇറങ്ങേ. ഗൂഗിൾ എന്തിനാ വിഷമിക്കുന്നത്? ഗൂഗിൾ അല്ലേ ഇത് ചെയ്തെന്നല്ലേ രാജീവ് പറഞ്ഞേ? രാജീവേട്ടനൊന്ന് തല അനക്കാനാണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ദേഹം മുഴുവൻ വെട്ടിക്കേറി കുത്തിക്കെട്ടുമായി വേദന സഹിക്കാൻ പറ്റാതെ കിടക്കുന്ന ആ മനുഷ്യൻ തല അനക്കി പോലും. നാണുണ്ടോ രണ്ടുപേർക്കും ഇങ്ങനെ പറയാൻ? എനിക്ക് ഉറപ്പാ നിനക്കിതിൽ പങ്കുണ്ട് ഗോകുലേ. ചേച്ചി വെറുതെ അനാവശ്യം പറയല്ലേ. ഇതുവരെ ഞാൻ വളരെ ക്ഷമയോടുകൂടിയാ ചേച്ചിയോട് സംസാരിച്ചത്. ഭർത്താവിന്റെ സഹോദരി എന്നുള്ള സ്ഥാനത്തിന്റെ മാന്യതയോടുകൂടി തന്നെയാ പെരുമാറിയതും. ഇനിയും ഗൂഗിളിന്റെ പേരിൽ ഈ കുറ്റം ആരോപിച്ചാലുണ്ടല്ലോ, ഞാനത് നോക്കിയിരിക്കില്ല.